വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പിറന്നാൾ കഴിഞ്ഞു, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ തേജും മിൻഷാട്ടിനും എനിക്കിട്ടില്ല കേട്ടോ. തേജുവിനൊന്ന് പറഞ്ഞയക്കിൻ്റെ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വേഗം പോയിട്ട് അകത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ചോറും എല്ലാ സംഭവങ്ങളും സെറ്റാക്കിയിട്ടാണ് പോണത്. അപ്പോൾ 8:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് എന്തായാലും തൊഴുതിട്ട് വരാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. ഇപ്പം പറയാതിരുന്ന നേരം പോവും. അപ്പോൾ ഇവിടെ ശ്ലോകം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാട്ട് 6:15 നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മണി വരെ ഇവിടെ ശ്ലോകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെല്ലും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒന്ന് കയറി തൊഴുതിട്ട് ഇറങ്ങാം. അപ്പോൾ ഗൈസ്, അമ്പലത്തിനൊക്കെ ഞാൻ പോകണം കേട്ടോ. അയ്യോ പ്രസാദം ഞാൻ വീട്ടിക്ക് കേട്ടോ. എൻ്റെ വീടെത്തി. അവരൊന്നും മിനിറ്റിട്ടില്ല തോന്നുന്നു. രാജപ്പനും മിൻഷാട്ടും ഇവിടെ എത്തി കേട്ടോ. രണ്ടാളും നീച്ചിട്ടില്ല തോന്നുന്നു. നോക്കട്ടെ. രണ്ടാളും നല്ല ഉറക്കം. അപ്പോൾ ഗൈസ് പനി വരാനാ തോന്നുന്നു. നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചോറ് വറക്കാൻ വെച്ചിട്ടാണ് പോയത്. സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഉപ്പേരി ഉണ്ട്. പിന്നെ തേജുവിന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും സോയാബീൻ വേണ്ടി. പിന്നെ പപ്പടവും കാച്ചി അടിച്ചിട്ടുണ്ട്. ഇത്ര തന്നെ ഉള്ളൂ. വേറെ എന്താ ഒന്നും വലിയ കാര്യമായിട്ട് ഇതാക്കാഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ പിറന്നാളാണ് നോക്കുക. നാളാണ് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കാറ്. ബർത്ത്ഡേ അങ്ങനെ ഡേറ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്ന് പോയിട്ട് മിഠായി കൊടുക്കുക എന്നല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ആചാരപ്രകാരം എന്നൊക്കെ പറയില്ല, ഞങ്ങൾ പിറന്നാളാണ് ആഘോഷിക്കാറ്. അതായത് പിറന്നാളിനെ നോർമലി സദ്യ ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക, നൈറ്റ് കേക്ക് മുറിക്കുക, അങ്ങനെ ചെയ്യാറുള്ളൂ. ബർത്ത്ഡേക്കാണൊന്നും ചെയ്യാറൊന്നുമില്ല. പിറന്നാളാണ് ഇന്നിങ്ങനെ നമ്മളൊന്ന് അറിഞ്ഞേ ആഘോഷിക്കുന്ന സംഭവം. അപ്പോൾ എൻ്റെ പിറന്നാൾ കഴിഞ്ഞു പോയി. അതാണ് ഏറ്റവും ഫിറ്റ്. പിറന്നാൾ ഞാനും അറിഞ്ഞില്ല, ആരും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക ആരും ഇല്ല ഗൈസ്. അപ്പോൾ ഞാൻ പോലും ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ എനിക്കൊരു കാര്യം അറിയാമായിരുന്നു. എൻ്റെയും മിൻഷാട്ടിൻ്റെയും 4 ദിവസത്തെ ഗ്യാപ്പാണ്. ആദ്യം എൻ്റെ തോന്നുന്നു, എൻ്റെ കഴിഞ്ഞാൽ 4ാമത്തെ ദിവസം മിൻഷാട്ടിൻ്റെ, അങ്ങനെയാണ് പിറന്നാൾ വരാറ്. അപ്പോൾ സംഭവം എന്താ പറയുക, മിഥുനത്തിൽ എൻ്റെ നാൾ മൂലമാണ്. മിഥുനത്തിൽ മൂലം. അപ്പോൾ ഇങ്ങനെ ഡൗട്ട് അടിച്ചു. ഞാൻ സിനിമ എൻ്റെ പിറന്നാൾ ഡേറ്റ് ഓഫ് ബർത്ത് ആവാറ് 21-ാം തീയതി ആയിട്ടാണ്. ഞാൻ 28-ാം തീയതി ഡേറ്റ് വരുന്നത്. ചില സമയത്ത് ജൂലൈക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇവിടെ നോക്കിയപ്പോൾ കലണ്ടറിൻ്റെ പൊടി പോലും ഇല്ല. അപ്പോൾ ഞാൻ അമ്മ പണിക്ക് പോയിണ്ടാവും, അമ്മേനെ വിളിച്ചറിയില്ല. അപ്പോൾ ഞാൻ വേഗം ചിത്രേച്ചിനെ വിളിച്ചിട്ട്, ചേച്ചി ഇങ്ങനെ മിഥുനത്തിൽ മൂലും ചോദ്യമൊക്കെ എന്താണെന്നൊന്ന് നോക്കുമോ. ഒരു മിനിറ്റ്, മിൻഷാട്ടിൻ്റെ ഫോണാണ്. മിൻഷാട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോദ്യം മൂലം നോക്കാൻ പറഞ്ഞോട്ട് പെട്ടെന്ന് ഞാൻ നോക്കിച്ചു സംഭവം. അപ്പോൾ പറഞ്ഞു, മോളെ ഇതിൻ്റെ പിറന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ. 21-ാം തീയതി അല്ല 19-ാം തീയതി ആണ്, എന്തോ ഒരു വെള്ളിയാഴ്ചയാണ്, അല്ല ശനിയാഴ്ചയാണ് വന്നത്. ശനിയാഴ്ച വന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈശ്വര, എൻ്റെ പിറന്നാൾ എൻ്റെ അമ്മ പോലും ശ്രദ്ധിച്ചില്ല. അപ്പോൾ അമ്മ ഇത് പിറന്നാൾ കഴിഞ്ഞ് എൻ്റെ പിറ്റേ ദിവസം അത്ര അമ്മ പറഞ്ഞത്. അമ്മ അയ്യോ ഇന്നലെ കുട്ടിയുടെ പിറന്നാളാണെന്നല്ലോ എന്ന് വിചാരിച്ചു. എന്നോട് പറയാൻ പറ്റും. അങ്ങനെ ആ കേസ് അമ്മ വിട്ടു. അങ്ങനെ വന്നിട്ട് അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് പറയാൻ മറന്നു, പിറ്റേ ദിവസം ഞാനും അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പോട്ടെ, ബർത്ത്ഡേ നോക്കാം. പക്ഷെ ബർത്ത്ഡേ നമ്മളിങ്ങനെ ആഘോഷിക്കാണ്ടേ, ബർത്ത്ഡേക്ക് നമുക്ക് അത്ര ഒരു ഇത് കൊടുക്കാൻ തോന്നുന്നില്ല. രാവിലെ എൻ്റെ തന്നെ ആ ഒരു ഫീലും. എൻ്റെ ഇത് പിറന്നാളെന്ന് പറഞ്ഞാൽ രാവിലെ വേഗം ഇരിക്കുക, കുളിക്കുക, അമ്പലത്തിൽ പോവുക, തൊഴുക, പിന്നെ പായസം പപ്പടം അങ്ങനത്തെ ഒക്കെ ഒരു ചിന്ത വരാറ്. ഇതിപ്പോൾ പിന്നെ വിൻഷാട്ടിൻ്റെ ആകുമ്പോൾ അറിയും. കാരണം ഞങ്ങൾക്ക് അവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, അച്ഛനമ്മ, പിന്നെ ഞങ്ങൾ, പിന്നെ ചേട്ടൻ, പെങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടി ഉള്ളപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മാസം അല്ലെങ്കിൽ 1 മാസത്തിൽ 2 വട്ടം അങ്ങനെയൊക്കെ ആരുടെയെങ്കിലുമൊക്കെ പിറന്നാൾ വരും. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം ഞങ്ങൾ പായസം വയ്ക്കും, നല്ല ഏതെങ്കിലും പാലടയോ അങ്ങനെ എന്തെങ്കിലും വയ്ക്കും. അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങൾ നോക്കി വെക്കും. ശരിക്കും പറയാ വെച്ചാൽ മാസത്തിൽ അവിടെ പായസം വെക്കേണ്ടി വരും തോന്നുന്നു. എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരും, അല്ലെങ്കിൽ ആരുടെയും വെഡ്ഡിങ് ഡേ വരും, അല്ലെങ്കിൽ പിറന്നാൾ വരും. അങ്ങനെ വരുന്നുണ്ട്. അതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും ഈ മാസം ഒരാളുടെ പിറന്നാൾ കഴിഞ്ഞാൽ പിറ്റത്തെ മാസം വേഗം നോക്കും ആരുടെ വരുന്നത്, എന്താ വരുന്നതെന്ന്. അപ്പോൾ അങ്ങനെ അറിയാറുണ്ട്. ഇതിപ്പോൾ അതും ആരും ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ അങ്ങനെ വിട്ടു. അപ്പോൾ പിന്നെ ബർത്ത്ഡേക്ക് ചേട്ടൻ പറഞ്ഞു, ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാം. കേക്ക് പിന്നെ എനിക്ക്
സത്യം പറഞ്ഞാൽ ഒന്നും വെക്കാനും തോന്നിയില്ല. പേരിന് ഞാൻ കുറച്ച് സാമ്പാർ പപ്പടം കഴിച്ച് അങ്ങനെയൊക്കെ ആക്കി. പായസം വെക്കണമെന്നൊന്നും നോക്കിയില്ല. പിന്നെ നമുക്ക് ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് പിന്നാളെ തന്നെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പിറന്നാളിന് കൊടുന്നപ്പോൾ ഞാൻ അതിന് കേക്കൊക്കെ കൊടുത്ത് കഴിച്ചു. ഒക്കെ പോയില്ലേ. അപ്പോൾ പായസം വെച്ചൊക്കെ കുടിച്ച് തീർക്കേണ്ടി വരും. ഞാൻ പിൻഷാട്ടി പറഞ്ഞ പോലെ അങ്ങനെ കുടിക്കില്ല. അപ്പോൾ അത് വേണമെന്നൊക്കെ ചിക്കൻ എന്തായാലും അമ്പലത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, നമ്മൾ പിറന്നാൾ മറന്നു പോണത് നല്ലതാണെന്ന് പറഞ്ഞു. നല്ലതത്ര എനിക്കറിയില്ല കേട്ടോ, പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാനും കുറേത്. നമ്മുടെ പിറന്നാൾ വരണത് വിട്ടു പോണത് അത്രയും നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രേച്ചി പറഞ്ഞു കുഴപ്പമില്ലടി, മറന്നു പോകുന്നത് അത്രയും നല്ലതാണ്. പിന്നെ എന്താ ശനിയാഴ്ചയാണ് വന്ന്, അപ്പോൾ പൊട്ടയാണ് ഞാനെന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എന്തായാലും നല്ലതാവട്ടെ. അപ്പോൾ എന്തായാലും എൻ്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും എന്നൊന്ന് വിഷ് ചെയ്യാം കേട്ടോ. വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചാൽ തേജുവിനൊന്നും വിട്ടയച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും, വിഷമം വരും. അപ്പോൾ ഞാൻ അവനെ വിട്ടയച്ചില്ല. പിന്നെ ഞാൻ പഠിക്കാൻ പോയിരുന്നല്ലോ, അവിടുത്തെ പിള്ളേർ അവിടെ കൂടെ എല്ലാവരും വരാനൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. കൺഫേം ആയിട്ടില്ല. ആണെങ്കിൽ നമ്മൾ എരുമപ്പെട്ടിക്ക് പോവും അവരുടെയൊക്കെ കൂടെ ഒന്ന് കൂടാൻ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കുറേ നാളായല്ലോ, അവർ കാണും, എന്നെ കണ്ടിട്ട് കുറേ നാളായി പിള്ളേർ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞാൻ തേജാപ്പിനെ കൊണ്ട് പോകാൻ വിചാരിച്ചു. ഇത്ര വരണം തേജാപ്പിനെ കൊണ്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ അവൻ പഠിച്ച അവിടെ പോയിട്ട് അവർക്കും അവനെ കാണാൻ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെ എന്നെ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അങ്ങോട്ടും പോകണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീഡിയോ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞി ബർത്ത്ഡേ വ്ളോഗ് നോക്കാം നമുക്ക്. അപ്പോൾ പിന്നെ ഞാൻ വിൻഷാട്ടൻ പോണേക്കാൻ മുന്നേ വിൻഷാട്ടനെ കൊണ്ട് എനിക്ക് 1-2 വീഡിയോസൊക്കെ എടുപ്പിച്ചു. അപ്പോൾ ഇത് ചേട്ടൻ എടുത്തുന്ന ഡ്രസ്സാട്ടോ. എന്നോട് കുറേ പേര് എന്താ ചേട്ടൻ ഗിഫ്റ്റ് തന്നു ചോദിച്ചു. അപ്പോൾ മുന്നേ കൂട്ടി നമുക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു മീഷോന്ന്. പിറന്നാളിന് ഇടണമല്ലോ, പുതിയ ഡ്രസ്സ് ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ട് ബർത്ത്ഡേക്ക് നമ്മളത് എടുത്തിട്ടു. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വിൻഷാട്ടൻ പോകാൻ നിൽക്കുകയാണ്. ഞാനും പോകും കുറച്ച്. ഗൈസ്, വിൻഷാട്ടൻ പോകുമ്പോൾ നല്ല മഴ, അടിപൊളി. ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ക്ലാസ്സിന് പോയിരുന്നില്ലേ അവിടെ, അപ്പോൾ അതിൻ്റെ ആകാംക്ഷയിലാണ്. കുറേ നാളായി മറ്റേത് എന്നും ഇങ്ങനെ പോയിട്ട് ക്ലാസ്സിന് ഇതിനൊക്കെ പോയിട്ട് നമ്മൾ പുറത്ത് നടന്നിട്ട് പെട്ടെന്ന് ഇതിനുള്ളിൽ അടച്ചിരിക്കാൻ ഇപ്പോൾ ഭയങ്കര ചടപ്പ്. രസമാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബും ഇതൊക്കെ കൈ കടയിൽ സ്റ്റിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നാണ് അവ വരിക, പെട്രോൾ ഭംഗിയുണ്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങണതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടാവും. കൊണ്ടിട്ട് കുറേ നാളായി എല്ലാവരെയും ഒന്ന് പോകണം, അങ്ങനെയാണ് പ്ലാനിനി. അപ്പോൾ 1 മണിക്ക് എപ്പോഴാണ് മഴ ഇല്ലാണ്ടിരുന്നത്, നമ്മൾ വീട് ചെയ്തപ്പനെ കൊണ്ട് പൂവ് എളുപ്പമല്ല, അവനെ ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി തേജുവിനെ കുളിപ്പിച്ചിട്ട് ബാക്കി അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പോവാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ്. അങ്ങനെയുണ്ട്. ഇത് വിൻഷാട്ട് എടുത്തതാ കേട്ടോ, മീഷോന്നാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണ്ടവരെ അപ്പോൾ അവിടെ മെസ്സേജ് ചെയ്താൽ മതി. പക്ഷേ ഇത് നിഴലടിക്കും കേട്ടോ നല്ലോണം. പ്യുവർ കോട്ടൺ ആണ്, പക്ഷെ ഭയങ്കര നിഴലടിക്കുന്ന ടൈപ്പാണ്. ഞാൻ ഇന്നലെ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഇത് നല്ല പെരും മഴ, വീഡിയോ എടുക്കാൻ പറ്റി. ഞാൻ ചേട്ടൻ പോണ നേരത്തെ ആദ്യം എടുപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആൾ വേഗം എനിക്ക് നമ്മുടെ ഓട്സ് കഴിക്കുന്ന നേരത്തെ എടുക്കാൻ തോന്നും. അതുകൊണ്ട് എനിക്ക് സുഖമായി. ഈ നേരത്തെ ഞാൻ എടുപ്പിച്ചൊക്കെ എൻ്റെ വീഡിയോ ഒക്കെ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പം എന്തായാലും പോട്ടെ, പോകാൻ നോക്കട്ടെ. തേജപ്പൻ്റെ ഡേ കെയറിൽ പോയിടുന്നു. അപ്പോൾ അവിടെ ഞാൻ പൂമാക്കിയിടുന്നല്ലോ. അപ്പോൾ അവിടെ ഉള്ളവർക്കും ഇവനെ കാണാൻ തോന്നണോ, മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് അവർ വിളിച്ചിട്ട്. അപ്പം എന്നാൽ അവനെയും കൊണ്ടുപോവാം. അപ്പോൾ അവനെ ഞാൻ ക്ലാസ്സിലേക്ക് വിട്ടിട്ടില്ല കേട്ടോ. അവനെയും കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. തേജപ്പൻ പെൺകുട്ടിയായി. അപ്പം ഞങ്ങൾ എന്തായാലും പോവാണ്. കുറേ നേരമല്ലേ പോകാൻ നോക്കാൻ പറയണു. എന്നാണോ ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെന്താ, അങ്ങനെ കഴിച്ച് നല്ല മഴ പെയ്ത സീനാട്ടോ. നമുക്കൊന്ന് വെള്ളം ഭയങ്കരമായിട്ട് വൃത്തികേടാവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ വേറെ വീഡിയോസ് എടുക്കണില്ല. ഫുഡ് കഴിച്ചിട്ട് പോകാൻ നോക്കും. പോകുമ്പോഴുള്ള വീഡിയോ ആയിട്ട് ഇനി വരുള്ളൂ കേട്ടോ. ബൈ. ഞാനും തേജപ്പി ശരിയാണ് റെഡി ആയിട്ട്. തേജപ്പി കൊടെടുക്കാൻ പോയിക്കാണ്. തൊപ്പി വേണ്ട. അപ്പം അത് ഞാനിതാണ് ഇട്ടിരിക്കുന്നത്. ഇത് പലാസയാണേ.
അപ്പോൾ ഞാൻ ഈ ടോപ്പ് ഞാൻ ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, നമുക്കിത് 2 തരത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇട്ട് നോക്കിയതാണ് കേട്ടോ. ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല രസമുണ്ട്, എനിക്കിഷ്ടമായി കേട്ടോ. തേജാപ്പി തൊപ്പി, ഒരു പാട്ടത്തൊപ്പി ഇരിക്കുന്നുണ്ട്, അതിനാണ് കേട്ടോ. ടാറ്റ എടുത്തോ, ഞാൻ കൊണ്ടുപോവില്ല. നല്ല തൊപ്പിയാട്ടോ. അപ്പൊ ഗൈസ് ഞങ്ങൾ പോവാണ് കേട്ടോ. ബൈ. തേജാപ്പി ടാറ്റ കൊടുത്താ? ടാറ്റ കൊടുക്ക്. ഗൈസ് ഇത്രയും ഷൂസ് ഉണ്ട്. ഇത് പുതിയ ഷൂ, ഇതൊക്കെ ഇത്രയും ഷൂസ് 3 അകത്തിരിക്കുന്നുണ്ട്. ഇതൊന്നും പറ്റാണ്ട് പാട്ടപ്പാളി ഇട ഈ ഷൂസ്. നിങ്ങളുടെ പൂപ്പുളി ചളി പിടിച്ച ഷൂസ്. പാട്ടച്ചക്കൻ ഒന്ന് ഇട്ടിട്ട് വാട വേഗം. ഞാൻ ചൂടണോ? ഞാൻ ഇതിട്ടു കേട്ടോ. നല്ല കുട്ടിയായിപ്പോ പോരെ. ആ പാട്ട തന്നെ നീ പാട്ട തേജു. ഇവന് ഷൂസ് ഇട്ട് കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് മണി. എൻ്റെ തേജുവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ മാറും. എൻ്റെ മേക്കപ്പ് വരെ ഒലിച്ചു പോകും. ആ തരത്തിലാണ് ഞാനും തേജാപ്പിയും കൂടിയിട്ട് ഷൂ ഇടാൻ അങ്കുണ്ടാക്കുക. എത്ര ഷൂസ് എടുത്താലും അത് പാട്ടപ്പാളിക്ക്. ആരാ പാട്ടപ്പാളി? പാട്ടപ്പാളി തേജു. തേജു ടാറ്റ പറയും. വെള്ളം വേണ്ട. ബായ് പറയും, പോവാ പറയും. ഇതിൽ നോക്കി പറ. വാതിലും അടച്ചു, ഗേറ്റ് അടച്ചു. തേജാപ്പി കൈ പിടിക്കാൻ കുറച്ച് നടക്കാണ്ട്. പാട്ടപ്പാളി തേജു നടക്കുന്നുണ്ട്. സംസാരിക്കും, ഇവിടെ ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഞാൻ മറ്റേ വഴി കൂടെ നടക്കുമ്പോൾ എല്ലാം ഇതും കൂടി ഒറ്റയ്ക്ക് നടന്ന് പറഞ്ഞ് പോകണമെന്ന് വിചാരിക്കും. ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു ഏരിയ കേട്ടോ. കണ്ടോ, ഇവിടെയും ആ 2 വളവ് വരെയും വലിയ വീടുകളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല പിറന്നാളിൻ്റെ കാര്യം ഞങ്ങൾ മറന്ന കേസായിരുന്നു. ബർത്ത്ഡേയുടെ കാര്യം, ബർത്ത്ഡേ അല്ലേ വെച്ച് ഞാനങ്ങനെ അറിഞ്ഞു. തേജു എൻ്റെ കൈ പിടിച്ച് നിർക്ക് അറിഞ്ഞു. പക്ഷെ എനിക്ക് ഇന്നിപ്പോൾ ബർത്ത്ഡേ വെച്ചാൽ ഇന്നലെ ഉച്ചയ്ക്ക് മധുരയിൽ നിന്ന് ഒരു ചേട്ടൻ മെസ്സേജ് അയച്ചു, എന്താ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. ഇതെങ്ങനെ ഒക്കെ വെച്ചിട്ട് ഞാൻ എങ്ങനെ മനസ്സിലായിരുന്നല്ലോ ഇതിലൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾ അങ്ങനെ ഫോളോവറാണ്. ബയോയിൽ നമ്മുടെ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ 28,699 കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ടത്ര. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. പിന്നെ മെയിനായിട്ട് സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വിഷ് ചെയ്തു. എനിക്ക് ഇത്രയും വിഷ് കിട്ടിയത് എവിടെ പ്രേതം ചെക്കൻ പേടിപ്പിക്കണു. ഇവിടെ പ്രേതമുണ്ട്. ഇതൊരു ട്യൂഷൻ സെൻ്ററാണ് ഗൈസ്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഇത്രയും ബർത്ത്ഡേ വിഷസ് എനിക്ക് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈം പറഞ്ഞാൽ ആദ്യമായിട്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഫോളോവേഴ്സ് കുറേ വന്നുകൊണ്ടാണ് എനിക്കറിയില്ല. ഒരുപാട് പേരും വിഷ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനി ഞാൻ സംസാരിച്ച് നടന്ന ഈ പറഞ്ഞ ആൾക്കാർ ശ്രദ്ധിക്കും. അപ്പോൾ എന്തായാലും ഞാനിനി അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം. ഇതൊരു സ്കൂളാണ്, LP സ്കൂളാട്ടോ, ഗവൺമെൻറ്. ഇവിടെ UKG തൊട്ടിട്ടുണ്ട്. ശരിക്കും തേജു ഇവിടെ ചേരാച്ച സുഖമാണ്. 5 മിനിറ്റ് നടക്കാനുള്ള 5 മിനിറ്റും ഇല്ല നടക്കാൻ അങ്ങോട്ട്. LP വിൻഷാട്ടിനൊക്കെ ഇവിടെ പഠിച്ച്. നമുക്ക് അങ്ങോട്ടുള്ള ബസ്സാട്ടോ പോകുന്നുണ്ട്. തേജു ചളിയുണ്ട് കേട്ടോ, വെള്ളം തെറിക്കും വണ്ടികൾ പോകുമ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി ബസ് കയറട്ടെ കേട്ടോ. ബസ് ഇപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, എനിക്കറിയില്ല ടൈം. 5 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ നോക്കിയിട്ട് പോകാനുള്ള പ്ലാനിലാണ്. അതായത് വിൻഷാട്ടിന് ഇവിടെ പഠിച്ചതുകൊണ്ടാണ് തോന്നുന്നു വിൻഷാട്ടിന് ഇവിടെ മടിയാണ് ചേർത്തത്. പിന്നെ ഗവൺമെൻറ്റാണ് CBSE ചേർക്കണം എന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു ആഗ്രഹത്തിൽ ചേർത്തതാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് കുറച്ചും കൂടി അടുത്താണെന്ന് മാത്രം. അതായത് ഇവിടെ കണ്ട ദൂരമില്ലേ, നമുക്കിവിടുന്ന് കുറച്ചുള്ളൂ. അങ്ങനെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു, 5 മിനിറ്റ് നിൽക്കേണ്ടി വന്നു. അപ്പോഴേക്കും തന്നെ ബസ് കിട്ടിയിട്ട് ഡയറക്റ്റ് എരുമപ്പെട്ടിക്കുള്ള ബസ്സായിരുന്നു. കുന്നംകുളത്തേക്കുള്ള ബസ്സാണ്. നമുക്ക് എരുമപ്പെട്ടി ഇറങ്ങാമല്ലോ. ബസ് ഇറങ്ങിയിട്ടോ, നടക്കുകയാണ്. ഞങ്ങൾ ഈ വഴിയാണ് ഡെയിലി ക്ലാസ്സിന് നടന്നിടുന്നത്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് ഇവിടുന്നാണ് ഞങ്ങൾ ബസ് കയറാറ്. തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കയറും, അപ്പുറത്ത് ഇറങ്ങിയിട്ട് ഇതിയാ നടക്കാം. എവിടേക്ക്? തേജ് പഴയ ഓർമ്മകൾ അയവർക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഷേക്ക് കുടിക്കാറില്ലേ അമ്മ, അതൊക്കെ ഷോക്കുണ്ട്. ഷോർട്ട് അടിച്ചിട്ട് ഞങ്ങൾ പോകും.
ഇങ്ങനെ നടക്കും. ഇനി ഇവിടെ ഒരു അച്ചാച്ചൻ്റെ കട ഉണ്ട്, അവിടെ നിന്നല്ല നമ്മൾ ഷേക്ക് കുടിക്കുക. ഇങ്ങനെ പോവാം. 1-2 വട്ടേ ഞങ്ങൾ അവിടുന്ന് ഷേക്ക് കുടിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ കൂടുതലും കഴിക്കാറ് ഇവിടുന്ന് അമ്മ ബേക്കറി ഉണ്ട്, ഇവിടെ നിന്നാണ് ഞാനും തേജും കൂടിയിട്ട് കഴിക്കാറ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് അവൻ്റെ വരുന്നത്. തേജപ്പൻ്റെ സ്കൂളെത്തി ഗൈസ്. കളിമുറ്റം. ആ ഈ 2 കുട്ടികളുണ്ട്. അക്കുണ്ട്ര നടക്ക. തേജപ്പതാ പോണു. നടക്കട. തേജിന് ഭയങ്കര നാണം. അതാ 2 ചെരുപ്പുണ്ടല്ലോ ഒന്ന്. അക്കുല്ലിന്ന് അപ്പൊ ചെരുപ്പ് ഇവിടെ ഉണ്ടല്ലോ. അന്ന് ക്ലാസ്സിൽ കുട്ടികൾ വരാൻ പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാം കൂടെ ഒന്നിച്ച് തീർക്കാച്ചു പോകുന്നു. അവൻ വരുമ്പോ അതാ പറഞ്ഞിടുന്നു, എത്ര ദിവസമായില്ലേ സുശീല അമ്മാമേനെ കണ്ടിട്ട്. അക്കുണ്ടോ ചോദിച്ചിട്ട് വന്നത്. ഏത് അത് സുശീല അമ്മാമോട് എടുത്തരാൻ പറയാം. അമ്മയ്ക്കറിയില്ലേ. ആളുകളോ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിസ്സില്ല, മിസ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ വിളിച്ചു. വീഡിയോ ചോദിച്ചപ്പോൾ വരാൻ നിൽക്കുന്നുണ്ട്. 1 മണിക്ക് ക്ലാസ് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചേരം ഉള്ളിലിരുന്നു. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇറങ്ങി വീണ്ടും ഒന്ന് ക്ലാസ്സിൽ കയറി കുറച്ചേരം അവിടെ ഇരിക്കട്ടെ. ജാതി പണിയിലാണ്. അതിടും മേക്കപ്പ് ചെയ്തിട്ടില്ല. അത്ര കുറച്ച് പേരെ കാണുന്നു. ഇങ്ങനെ മോൻ കട്ടിയ കുട്ടി മേക്കപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ അവിടെ കരയുന്നുണ്ട്. എന്നോട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവനെ എടുക്കാൻ പോയിട്ടാ. അവനെ കൂട്ടിയിട്ട് ക്ലാസ്സിൽ വരാം. പിന്നെ ഇവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനെടുത്തിട്ട് ക്ലാസ്സിൽ വരാം. ഒരു അടുത്തേ പോവാ പറയും. അങ്ങനെ ഗൈസ് ഞാൻ വീണ്ടും ക്ലാസ്സിൽ പോവാണ്. നിൽക്കുന്നു ഗൈസ് ചങ്ക് ഗ്രീഷ്മേച്ചി. ഇല്ല സന്തൂർ മമ്മി. അല്ല സന്തൂർ മമ്മിയാണ് കേട്ടോ അത്. കാരണം ആൾക്ക് എത്രയല്ല 20 വയസ്സായ ഒരു മോനും 17 വയസ്സായ മോനുള്ള ആളാണ്. കണ്ടാൽ ചർമ്മം തോന്നാത്തൊരു മുതലാണത്. നീ എന്നെ കണ്ടപ്പോ ഇങ്ങനെ കാട്ടിയില്ലല്ലോ ഫെമിയെ. ആഹ്ലാദ പ്രകടനം. ഇത് മഞ്ചത്തി ഫെമിത്താത്ത. ഇതിനും ചർമ്മം കണ്ട പ്രായമൊന്നുമില്ല. 30-35 വയസ്സുണ്ട് ഗൈസ്. പക്ഷെ 38 ഇനി എന്നോടെന്താ ഒന്നും ചോക്കാത്ത ഫെമി. എന്നോട് വന്നടിക്ക് തടി വെച്ചല്ലോന്ന് എന്നെ കുറിച്ചിട്ട് പറയണേ കേട്ടെ. നിങ്ങളെ വിൽക്കുക. ഈ മുതല് കൊറേ നേരം പോസ് ചെയ്തു. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എത്ര മാസമായി? ടാറ്റാ ഇല്ല. ടാറ്റ ടാറ്റ. ശരി ടാറ്റ. ഇനി എന്റെ തേജ് നടക്ക്. സ്റ്റെപ്പെത്തി. ഞങ്ങൾ ഷേക്ക് കുടിക്കാൻ പോവാണ് ഗൈസ്. ഓ വാങ്ങാം. ഇവിടെ ഇരുന്നാലോ? ഇവിടെ എല്ലാവരെയും കൊള്ളും.
പിന്നെ ഞങ്ങൾ ഷെയ്ക്കും പപ്സും തേജ് പപ്സാണ് കഴിച്ച്, ഞാൻ തേജുൻ്റെ നാട്ടൊക്കെ കഴിച്ചത്. അങ്ങനെ എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കഴിച്ചു. പിന്നെ ഫുള്ള് വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ തേജുവിന് ജ്യൂസും മിഠായും വേണം പറഞ്ഞപ്പോൾ അതുകൂടി വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞങ്ങൾ 1:30 ആകുമ്പോഴാണ് ബാക്കറിയുടെ ഉള്ളിലേക്ക് കയറിയത്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ 3 മണിക്കായിട്ട് ഇറങ്ങിയത്. അതുവരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതേ ബസ് കിട്ടി കേട്ടോ. സെൽഫിയൊക്കെ എടുത്തിട്ട് എനിക്ക് 3:05 ആകുമ്പോഴേക്കൊരു ബസ് കിട്ടി. വേഗം അതിൽ കയറിയിട്ട് ഞാനും തേജും കൂടി വീട്ടിലേക്ക് പോവാണ്. അവരും വീട്ടിലേക്ക് പോയി. രണ്ടാളും കൂടി വീട്ടിലേക്ക് പോവാണ്. ബസ് ഇറങ്ങിട്ടോ. തേജു വണ്ടികൾ വരും കേട്ടോ. വണ്ടികൾ ഇടയ്ക്കൊക്കെ വരുന്നേനെ. നമ്മൾ അവിടെ ബസ് ഇറങ്ങിയത് കേട്ടോ. അവിടെ നമ്മൾ നിന്നിരുന്നത്. ഇനി ഇതേ പോവാണ് വീട്ടിലേക്ക്. വീട്ടിലേക്ക് നടക്കാം കേട്ടോ. അതിന് ഈ വളവെത്തി അവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഇങ്ങനെ ട്യൂഷൻ സെൻ്റർ അല്ല, അപ്പോൾ കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോസിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ ഇങ്ങനെ പാടുകൾ അങ്ങനെ ഓരോരുത്തർ കീറിയിട്ടും പൊളിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഫ്ലക്സിൻ്റെ മുകളിലുണ്ടാവില്ലേ, അത് കണ്ടിട്ടാണ് പ്രേതം പറഞ്ഞത്. കാരണം ഇവിടെ കൂടി ഒക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഒരു കളറുണ്ട്. അതാണ് തേജു പ്രേതത്തിൻ്റെ മുക്കത്. പ്രേതം അവിടെ ഉണ്ട്. അവനായിട്ട് അവിടെ ഒരു പേരിടുന്നു തോന്നുന്നു. പൊതുവെ അവിടെ ട്യൂഷൻ സെൻ്റർ എന്നാണ് അറിയപ്പെടുക. ഇവനായിട്ടത് പ്രേത സ്കൂളാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ആ വളവ് വളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി. അപ്പം ഞങ്ങൾ എന്തായാലും പോട്ടെ കേട്ടോ. തേജു ഒന്ന് ഹാപ്പി ചെയ്യാ. പഠിക്കാൻ പോയില്ലെങ്കിൽ തേജു എപ്പോഴും ഹാപ്പി ആണല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, എന്തായാലും വീട്ടിൽ കറക്റ്റ് ചെയ്യാം. വീടെത്തി കിട്ടോ, പെട്ടെന്ന് എത്തും കേട്ടോ. വീടെത്തിയിട്ട് ബാഗ് എടുക്കാം. കുറച്ച് നേരം കിടക്കണം. ഇത്ര നാൾ യാത്ര ചെയ്യാൻ തോന്നുന്നത് ഭയങ്കര ഇത്. തേജാപ്പി ഇതേപോലെ സൈഡായിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് നേരം കിടന്നിട്ട് വൈകിട്ടത്തെ പരിപാടികൾ നോക്കാം. വൈകിട്ട് എന്താ പരിപാടി നോക്കാം. കുറച്ച് നേരം കിടന്നു. എനിക്ക് വേറൊരു സന്തോഷ വാർത്ത. പനി വരാനുള്ള ചാൻസ് ഉണ്ട് തോന്നുന്നു. തീരെ പറ്റുന്നില്ല. എന്താ പറയുക, മൂക്കടയാൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. തേജാപ്പിയുടെ പനിയുടെ കുറച്ച് കിട്ടി തോന്നുന്നു. അപ്പോൾ മൂക്കടയുന്നുണ്ട്. തൊണ്ടയ്ക്കൊരു സുഖമില്ല. ഞാൻ ഷെയ്ക്കൊന്നും അധികം കുടിച്ചിട്ടില്ല കേട്ടോ. ഉണ്ണി ഞാനും ഒരെണ്ണം പറഞ്ഞത് ഞാനും കൂടി ഇതാക്കിയിട്ട് കഴിച്ച് 50 അടിക്കുകയും ചെയ്ത്. അപ്പോൾ എന്താണാവോ, പിന്നെ മേലൊക്കെ ഇങ്ങനെ തണുക്കണ പോലെ തോന്നുന്നുണ്ട്. കുളിരുകൾ കോരുന്നുണ്ട്. അപ്പോൾ പിന്നെ ക്ഷീണം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും കലക്കി, ബർത്ത്ഡേ കലക്കി. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ തൊട്ട് ഇതാണ്. നമുക്കിപ്പോൾ ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഇത് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പുറത്തേക്ക് പോയോണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ ആകെ പോസ്റ്റായി ഉണ്ടാവും. അതായത് തേജുല്യ ഒരു പറഞ്ഞതാ. അപ്പോൾ പുറത്തേക്ക് പോയോണ്ടാട്ടോ ഒരു ബർത്ത്ഡേയുടെ ഒരു ഫീല് തോന്നിയിരിക്കും. ഇവിടെ ഇരിക്കുക വെച്ചപ്പോൾ ഞാൻ പോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. ഈശ്വര, നമ്മൾ പലതും ചിന്തിച്ച് കൂട്ടും ഒറ്റയ്ക്കല്ലോ. പിന്നെ തേജുവിനും വിട്ടയച്ചു. തേജുവിനെ ഓൾറെഡി ഇന്ന് വിട്ടയക്കില്ല എന്നുള്ള പ്ലാനിലായിരുന്നു. എനിക്ക് ഒരു ഇത് വേണമെങ്കിൽ ഞാൻ ഇരുത്താച്ചിട്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ഞാൻ പഠിച്ചായിരുന്നു അവിടത്തേക്ക് എരുമപ്പെട്ടി എല്ലാവരും കൂടിയിട്ടൊന്ന് കൂടാന്നൊരു പ്ലാൻ പെട്ടെന്ന് ഞങ്ങൾ പോയി. എന്താ പറയുക, ഇപ്പോൾ പോന്നു ആ ഒരു ലെവലിലായി. അപ്പോൾ തേജാപ്പിനെ എന്തായാലും ഞാൻ പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ അവനെയും കൂട്ടി പോവാം. അവൻ പോയിടന്നോടത്ത് ചേച്ചീനും കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോയതുകൊണ്ട് കുറച്ച് ഒരു മനസ്സിനൊരു സന്തോഷം, പഴയ ഒരു ഇതിലേക്ക് പോയ പോലെ. മറ്റേത് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് തേജ് പോയാൽ ഈ ഫോണും പിടിച്ചിട്ട് എന്തെങ്കിലും ഇതിലേക്കെല്ലാം എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ അങ്ങനെ ഇതാവുള്ളൂ. അപ്പോൾ എന്നത്തെയും പോലത്തെ ഒരു ദിവസം ആയിരുന്നു ഇപ്പോൾ ഇത്. അപ്പം ഇന്ന് അവരുടെ കൂടെയൊക്കെ കൂടിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും ദാരിദ്ര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാ കുറ്റും കുശുമ്പൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം. എല്ലാവർക്കും ഒരുപോലെയാണ് ഇത് അവസ്ഥകൾ പറഞ്ഞപ്പോൾ. അങ്ങനെ അതുകൊണ്ട് ഇന്നത്തെ ബർത്ത്ഡേക്ക് ഇഷ്ടമായി. എല്ലാ പ്രാവശ്യവും ബർത്ത്ഡേ ആണെങ്കിൽ വീട്ടുകാർ, ചേട്ടൻ അങ്ങനെയല്ല നമ്മൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഓക്കെ ആയി. എല്ലാവരും വന്നു. ആരും പിന്നിക്ക് തിന്നില്ല പറഞ്ഞ വഴിക്ക്. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും തിരക്കാവും. അതുപോലെ ഗ്രീഷ്മേച്ചിക്ക് നോക്കുക ഷോപ്പുണ്ട്, ഫെമി ക്ലാസ്സിന് പോകുന്നുണ്ട്, പിള്ളേർ പഠിക്കാൻ പോകുന്നുണ്ട്, രമ്യ പ്രഗ്നൻ്റ് ആണ്, അതുപോലെ എന്തോ ഭാഗ്യരി ചേച്ചീനെ, അതാണ് എല്ലാം കൂടി ഒന്നിച്ച് വന്നു കിട്ടിയെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ ചോദിച്ചപ്പോൾ ഷബ്നയ്ക്കൊന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അവൾക്കൊന്നും വയ്യാണ്ടിരിക്കുക പറഞ്ഞു. അങ്ങനെ എന്നാലും നമ്മൾ വിചാരിച്ച എല്ലാവരും കൂടി കറക്റ്റ് ടൈമിൽ റിജേച്ചിനെ അവിടെ വെച്ച് കാണണു. റിജേച്ചി റിജേച്ചിനെ വിളിച്ച് വരുത്തി. ആൾ ഫോൺ കണ്ടപ്പോഴേക്കും ഫോൺ വിളിച്ചു. ആൾ സ്കൂട്ടിയിൽ പോകണതാണ്. അപ്പോൾ ഫോൺ വിളിച്ചു ഇങ്ങനെ വരാൻ പറഞ്ഞപ്പോൾ ആൾ വേറെ കൂടെ പോവായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആളുടെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് ആൾ വന്നു.
വന്നു, അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഒരു ബർത്ത്ഡേയുടെ ഒരു ഫീല് വന്നു. ഇത്ര നാളുണ്ടായിരുന്ന ചടപ്പത്തരം, മനസ്സിലെ ചടപ്പത്തരങ്ങളൊക്കെ പോയിട്ടോ. ക്യാമറ ഇവിടെയാണ്, ഓക്കെ. അപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ സമയം 5:15. ഞാൻ വേഗം ഇട്ടിട്ട് വിളക്കത്തിക്കണം എന്നൊക്കെ വിചാരിച്ചത് മേലെ ഒഴിക്കിട്ട്. പക്ഷേ ഭയങ്കര ഇത് തല വേദനിക്കണില്ല, പക്ഷെ തലയ്ക്കൊക്കെ ഒരു കനം തോന്നുന്നു. അവിടെ എന്തായാലും മേലെ ഒഴുകിയിട്ട് വിളക്കത്തിച്ചിട്ട് വൈകിട്ടത്തേക്ക് ദോശ ഉണ്ടാക്കണം. ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യ, ദോശ ഉണ്ടാക്കണം. എനിക്ക് ചേട്ടൻ വന്നിട്ട് ബാക്കി എന്താ പരിപാടി നോക്കാം. കേക്ക് മുറിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ, കാരണം ചേട്ടൻ ഇന്ന് നാളെയൊക്കെ ക്ലോസിങ് ആണ്. പാതിരാത്രിക്കാണ് വരാറ് എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ വർക്കിൻ്റെ ടെൻഷൻ പ്രഷറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കേക്ക് അതൊന്നും വലിയ കാര്യമായിട്ട് ഡിമാൻഡ് ഇട്ടിട്ട് ഒന്നും പറഞ്ഞിട്ടൊന്നും ഇതില്ല. അപ്പോൾ എനിക്കറിയില്ല, എന്നാലും ഒന്നിനും കുറവ് വരുത്താത്തതുകൊണ്ട് മുറിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാൻ വയ്യ. അപ്പോൾ ഞാൻ ചേട്ടൻ വന്നിട്ടുള്ള വീഡിയോസായിട്ട് വരാനിട്ടാ. അപ്പോൾ ബൈ. എന്താണ് ഇപ്പോൾ വിശേഷങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പോകുമ്പോൾ പറഞ്ഞല്ലോ കുറേ വിഷ് ചെയ്തിട്ട് മെസ്സേജ് വന്നു എന്ന്. അത് ആ ഒരു സമയത്ത് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് നെറ്റ് കിട്ടിയില്ല, ഇവിടെ വൈഫൈ അല്ലേ. അപ്പോൾ ഞാൻ ഈ നെറ്റ് കിട്ടാണ്ട് വീട്ടിൽ വന്നിട്ടാണ് ഞാൻ എല്ലാം ഒന്ന് നോക്കണ്ടേ വെച്ചിട്ട് ഓടി വന്ന് ഫോണൊക്കെ എടുത്തിട്ട് നോക്കിയപ്പോൾ ആ പറഞ്ഞതിനും ഇരട്ടി മെസ്സേജും വിഷസും കാര്യങ്ങളും ഒക്കെ വന്ന പോലെ മെൻഷൻ ചെയ്ത് എന്താ പറയുക, സ്റ്റോറി ഇടില്ലേ, ഒരുപാട് പേര് സ്റ്റോറി ഇട്ടിട്ടുണ്ട് വിഷ് ചെയ്തിട്ട്. പിന്നെ കുറേ മെസ്സേജ് തമിഴ്നാട് അവിടുന്ന് ഇവിടുന്നൊക്കെയോ കുറേ. എനിക്ക് എന്താണാവും തമിഴ്നാട്ടിൽ നിന്ന് കുറേ മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റയിൽ. എന്താണാവും ഞാൻ പറഞ്ഞ ഡ്രസ്സിൻ്റെ ഇതിനും അതെ തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. എനിക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് എനിക്ക് ഫോളോവേഴ്സ് ഉള്ളത് തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറേ പേര്. അപ്പോൾ ഭയങ്കര ഇത്രയും പേര് നമ്മളെ വിഷ് ചെയ്ത്, അല്ലെങ്കിൽ ഇത്രയും പേര് നമ്മുടെ ബർത്ത്ഡേ നോക്കി വിഷ് ചെയ്ത്, അതൊരു വലിയ കാര്യം കേട്ടോ. ഒരു ഇൻസ്റ്റഗ്രാം ഒരു ഇതുള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും അകലെയുള്ളവരായിട്ട് കമ്പനി ഇല്ലെങ്കിലും കൂടിയിട്ട്, എനിക്ക് അറിയും കൂടിയില്ല ഇല്ലെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഒരു ബർത്ത്ഡേ ഒക്കെ വന്നപ്പോൾ എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നി. അവർ വിഷ് ചെയ്തിട്ട് ഇടുക, സ്റ്റാറ്റസ് ഇട്ടേക്കുക, മെസ്സേജ് ചെയ്തേക്കുക വിഷ് ചെയ്തിട്ട്, എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നിയിട്ട്. ചെറിയ കാര്യമൊന്നുമല്ല, വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. അതും കുറേ പേര് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ജന്മത്തിൽ ആദ്യമായിട്ടാണ്, ഇതുവരെയ്ക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് എന്താ പറയുക വിഷ് ചെയ്തിട്ട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു എനിക്കതൊരു വലിയ കാര്യമായിട്ട് തോന്നി. അപ്പോൾ അവർ ഇത് വിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവരും ഉണ്ടല്ലോ, അപ്പോൾ അവർ ചെയ്തവരോട് നമ്മൾ ആ ഒരു ഇത് കാട്ടണ്ടേ. അപ്പോൾ ഞാൻ എല്ലാവർക്കും ഞാൻ കണ്ടതിൽ തന്നെ, അതായത് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്, ഓൾറെഡി വരുന്നതുണ്ട്, അല്ലാണ്ട് തന്നെ എന്താ പറയുക റിക്വസ്റ്റ്, അത് എന്താ സംഭവമാണ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജുകൾ റിക്വസ്റ്റായിട്ട് എന്തോ പോയതാ, അതായത് റിക്വസ്റ്റ് ആയിട്ട് മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ആ റിക്വസ്റ്റ് ഇങ്ങനെ നീക്കി പോകുമ്പോൾ അടിയിൽ ഹൈഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വെറുതെ എടുത്ത് നോക്കിയപ്പോൾ അതിലും വേണ്ട മെസ്സേജ്. അപ്പോഴായിട്ട് ഞാൻ കാണുന്ന കുറേ മെസ്സേജ് നമ്മുടെ മറ്റേ മീഷോൻ്റെ ലിങ്കിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ലിങ്ക് ചോദിച്ചിട്ടൊക്കെ കുറേ പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട്, അതൊക്കെ പടിയിൽ പോയിണ്ടാവും. അപ്പോൾ ഞാൻ പരമാവധി എല്ലാവർക്കും ഞാൻ റിപ്ലൈ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അടുത്ത വർഷം ഇതിനേക്കാളും കൂടുതൽ പേര് വിഷ് ചെയ്യട്ടെ, അത്യാർത്ഥിയായി പോവോ. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും വിഷ് ചെയ്തപ്പോൾ. എന്തായാലും ഇഷ്ടമായി. ചേട്ടനെയാണ് കൂടെ കിട്ടാഞ്ഞത്. ഇനിയിപ്പോൾ നൈറ്റ് എപ്പോഴാണ് വരികയെന്ന് അറിയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാനിനി നൈറ്റിൽ വിശേഷമായിട്ട് വരാം കേട്ടോ. ബർത്ത്ഡേ എന്നിട്ട് ഒരു വ്ളോഗാക്കാതെ ബർത്ത്ഡേ വ്ളോഗ് അതോടുകൂടി ക്ലോസ് ചെയ്യാം. അപ്പോൾ മേലൊഴുകി വിളക്കത്തിച്ച് നമുക്ക് പരിപാടികളൊക്കെ തുടങ്ങട്ടെ കേട്ടോ. മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു കൂട്ടാ. തേജു ഇത് അവിടെ ഇരുന്ന നല്ല കളിയാണ്. അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ചേട്ടൻ വൈകുമെന്ന് അറിയില്ല, ഒന്ന് വിളിച്ച് നോക്കണം. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇനി ഇൻഷാട്ടിനെ വിളിച്ചിട്ട് വേണം കറി വെക്കണമെങ്കിൽ. കറി വെക്കാൻ അത്ര നേരം വേണ്ടി വരില്ലല്ലോ. അങ്ങനെ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാനിത് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം ഉമ്മർത്തിരുന്നിട്ട് കുറച്ച് നേരം ഇരുട്ടാവണ വരെ ഞാൻ ഇരുന്നിട്ട് ഫോണിൽ കളിക്കും. മുക്കുത്തിയേക്കാം സ്ക്രൂവാ. ഇരുട്ടാണ് ഇരുന്നിട്ട് ഫോണിൽ എന്തെങ്കിലുമൊക്കെ കാണും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അകത്ത് കയറും, പിന്നെയാണ് ബാക്കി നോക്കുള്ളൂ. പിന്നെ വിളിക്കുന്ന ചേട്ടൻ വന്നാൽ പിന്നെ അങ്ങനെ ഫുഡ് കഴിക്കുക കിടക്കുക അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് വൈകിട്ടത്തെ ചേട്ടൻ വന്നിട്ടുള്ള പരിപാടി നോക്കാം. വന്നു തേജ് ഓടി തുടങ്ങിട്ടോ. ഇതെന്തത്? അപ്പോൾ ഗൈസ് ചേട്ടൻ നേരം വൈകിയൊന്നുമില്ല കേട്ടോ, പാവം അത് വേഗം വന്നു. 7 മണി 7:30 ആകുമ്പോഴേക്കൊക്കെ വന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ വർക്കിൽ ഭയങ്കര പ്രഷറുള്ളൊരു ജോബാണ്, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മന്ത് ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ പ്രഷറും ടെൻഷനും ആയിരിക്കും. വൈകിട്ടൊക്കെയാണ് വരാറ്, പക്ഷെ ഇന്ന് ഇതാ വേഗം വന്നിട്ടുണ്ട്.
തലവേദനയൊക്കെ ആയിട്ടാണ് വന്നേക്കണത്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒന്നിനും വന്ന വഴിക്ക് തന്നെ കുറേ നേരം ഇരുന്നു, വെള്ളമൊക്കെ കുടിച്ചിരുന്നു. മുഖം കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് കിളി പോയിട്ടാണ് വന്നേക്കണം. അപ്പോൾ ഡ്രീം കേക്ക് അടന്ന് കൊടുന്നത് കേട്ടോ. കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ എന്നാൽ ഡ്രീം കേക്ക് മതി, നമ്മൾ ഉള്ളിലുണ്ടായിരുന്നു ഡ്രീം കേക്ക് ഇങ്ങനെ കഴിച്ചിട്ട് കുറേ നാളായല്ലോ എന്ന് ഞാൻ മുന്നേ വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ആൾ കറക്റ്റ് ചോദിച്ചും കൊണ്ട് ഡ്രീം കേക്ക് ഉണ്ട്, നോർമൽ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഡ്രീം കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ കൊടുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തു. ഞാനും തേജാപ്പിയും കൂടിയിട്ടാണ് എടുത്ത്. ചേട്ടൻ വീഡിയോയ്ക്ക് എന്താ വരാത്തതെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. നമുക്ക് കിളി പോയിട്ടിരിക്കണത്, വീഡിയോ എടുക്കല്ലേ എന്ന് എടുത്ത് പറയണ്ടായിരുന്നു. കാരണം മുഖമൊക്കെ ആകതായിട്ടായിരുന്നു ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ കട്ട് ചെയ്തു, ചേട്ടന് കൊടുത്തു. കട്ട് ചെയ്യുമ്പോൾ പോലും ചേട്ടന് ഫോൺ കോളിൻ്റെ ഇതായിരുന്നു. ആകെ ഫോൺ കോള് ഇരിക്കണമൊക്കെ ഫുൾ ടെൻഷനായിട്ടിരിക്കണത്. ക്ലോസിങ്ങിൻ്റെ ടെൻഷൻ, വർക്ക് പ്രഷർ, ഭയങ്കര പ്രഷറാണ്. മുൻപൊന്നും എനിക്കിത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല ചേട്ടൻ്റെ വർക്കിൻ്റെ ഒരു ഇതിൽ. ഇപ്പോൾ പോയി എനിക്കും കൂടി മാസാവസാനം ആയിക്കഴിഞ്ഞാൽ എനിക്കും കൂടിയും ടെൻഷനാണ് ഇവരുടെ വർക്കിൻ്റെ ഇത് ആലോചിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ഫോണിലായിരുന്നു, ഇത് കഴിയട്ടെ നീ കഴിച്ചോ എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഇരുന്നു. പിന്നെയാണ് ആൾ വീഡിയോ കണ്ടത്, മോശമല്ലേ വാങ്ങിയില്ലെങ്കിൽ വെച്ചിട്ട്. അപ്പോൾ പിന്നെ ആളത് കഴിച്ചു, ഞങ്ങൾ കഴിച്ചു. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ തേജാപ്പിയും കഴിക്കുന്നുണ്ട്. തേജാപ്പി കേട്ടോ വീഡിയോ എടുക്കണത്. നമ്മുടെ സ്റ്റാൻഡ് വന്നിട്ടില്ല, അപ്പോൾ തേജാപ്പിയാണ് സോഫയുടെ മുകളിൽ അത് വെച്ചിട്ട് എടുക്കണത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇൻസ്റ്റയ്ക്ക് ഒരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്തതാണ്. ചേട്ടൻ കോളിൽ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ ഉള്ളിൽ എനിക്ക് പുള്ളിലാകെ ഒരു ടെൻഷൻ, വർക്കിൻ്റെ പ്രഷർ, വർക്കിൽ തന്നെയായിരിക്കും ഓരോ മാസം കൂടുന്നതോറും പ്രഷർ കൂടുക. 12 മണി 1 മണി രാത്രി 12 മണിക്കൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോഴത്തെ പോക്ക് അങ്ങനെയാണ്. ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. 2-3 മാസമായിട്ട് ഇപ്പോൾ തുടങ്ങിയതാണ് ഈ ഒരു പ്രഷർ. ഞാനിത് ജപ്പിൽ ഇടുന്നു കേട്ടോ. പനിയുടെ ചാൻസാണ്, അത് കോളായി പിറന്നാളൊക്കെ. അപ്പോൾ നമ്മൾക്ക് ചേട്ടൻ ഡ്രീം കേക്കാണ് കൊടുത്തത്. ഞങ്ങളത് കഴിച്ചു. മൊത്തത്തിൽ ഇന്ന് ഇതായിരുന്നു. കാരണം പിന്നെ ചേട്ടന് ക്ലോസിങ് ആയതുകൊണ്ട് വർക്ക് പ്രഷറിലിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. എനിക്ക് നല്ല ജലദോഷമുണ്ട്, തലവേദനയും ഒക്കെ ഉണ്ട്. വേറെ പ്രത്യേകിച്ച് വീഡിയോസൊന്നുമില്ല. പിന്നെ ഇപ്പം ഞാൻ കണ്ട കമൻറ്റ് മെസ്സേജ് അയച്ചിട്ടാണ് ചേട്ടൻ എന്താ ഗിഫ്റ്റ് തന്നതെന്ന്. ചേട്ടൻ തന്നെ തന്നെയാണ് ആ ഡ്രസ്സ് ഇട്ടാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമ്മളിപ്പോൾ ബർത്ത്ഡേ പിറന്നാളിന് നമ്മൾ പുതിയ ഇത് ഇടണ്ടേ, അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് രാവിലെ തന്നെ ഇട്ടിട്ട് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. സൈസ് എക്സലായിരുന്നു. അപ്പോൾ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കൈ കുറച്ച് ലൂസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നാലും എനിക്ക് ഇടാൻ പറ്റി. ഓവർ ലൂസ് പോലെ തോന്നിയില്ല. അപ്പോൾ ചേട്ടൻ ആ ഡ്രസ്സായിട്ടൊക്കെ തന്നത് അങ്ങനെ. അപ്പോൾ എന്തായാലും സ്റ്റേജ് സൗണ്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഇനി എന്തായാലും വരാം. എന്തായാലും ഇപ്പം എന്തായാലും വരിക. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് കുറച്ച് റോഫിയിലേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്തായാലും വരാം കേട്ടോ. ബൈ പറഞ്ഞോളൂ.